നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. ബിജെപിയെ ഈ തിരഞ്ഞെടുപ്പിൽ സഹായിക്കാൻ CPM ഡീലുണ്ടാക്കിയെന്ന് മാത്യു കുഴൽനാടൻ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. മുഖ്യമന്ത്രിയുടെ മൃദു സമീപനം ഞെട്ടിച്ചെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇടുക്കി പാർലമെന്റ് മണ്ഡലം UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് കുളപ്പുറം സെന്റ് ജോർജ് LP സ്കൂൾ ബൂത്ത് നമ്പർ 80 വോട്ട് രേഖപ്പെടുത്തി. ഇടുക്കി രൂപതാ മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നിൽ കരിമ്പൻ മണിപ്പാറ സ്കൂളിലെ 73 നമ്പർ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തി. കേരള കോൺഗ്രസ് ചെയർമാൻ PJ ജോസഫ് MLA പുറപ്പുഴ ഗവൺമെന്റ് LP സ്കൂളിലെത്തി വോട്ട് രേഖപ്പെടുത്തി. 94-ാം വയസ്സിലും ബൂത്തിലെത്തി വോട്ട് ചെയ്ത് നെയ്യശ്ശേരി സെന്റ് സെബാസ്റ്റ്യൻസ് ഹൈസ്കൂൾ മുൻ അധ്യാപകനും കോൺഗ്രസ് മുൻ മണ്ഡലം പ്രസിഡന്റുമായ AT വർക്കി. വാർത്തകൾ വിശദമായി. ബിജെപിയെ ഈ തിരഞ്ഞെടുപ്പിൽ സഹായിക്കാൻ CPM ഡീലുണ്ടാക്കിയെന്ന് മാത്യു കുഴൽനാടൻ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. മുഖ്യമന്ത്രിയുടെ മൃദു സമീപനം ഞെട്ടിച്ചെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ന്യൂനപക്ഷം ഇനി CPMനെ വിശ്വസിക്കില്ല. കോൺഗ്രസിനെതിരായ CPM BJP രാഷ്ട്രീയ ഗൂഢാലോചന കൂടിയാണിത്. മാസപ്പടി, സ്വർണ്ണക്കടത്തടക്കം ഗുണം കിട്ടിയത് പിണറായിക്കും കുടുംബത്തിനുമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് മുതൽ BJP CPM ബന്ധമുണ്ടെന്ന് തങ്ങൾ പറഞ്ഞതാണ്. അതാണ് മറനീക്കി പുറത്തു വന്നതെന്ന് മാത്യു കുഴൽനാടൻ. മുഖ്യമന്ത്രിയുടെ മൃദു സമീപനം ഞെട്ടിച്ചു. കാലങ്ങളായുള്ള CPM BJP ഡീലിന്റെ ഭാഗമാണിത്. പിണറായിയുടെ അറിവോടെയാണ് എല്ലാം. മാസപ്പടി, സ്വർണ്ണക്കടത്തടക്കം ഗുണം കിട്ടിയത് പിണറായിക്കും കുടുംബത്തിനുമാണ്. ന്യൂനപക്ഷങ്ങൾക്ക് മുമ്പിൽ CPMന്റെയും പിണറായിയുടെയും വിശ്വാസ്യത നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ന്യൂനപക്ഷം ഇനി CPMനെ വിശ്വസിക്കില്ല. പല കാര്യങ്ങളിലും BJPയും CPMും തമ്മിൽ ഒത്തുതീർപ്പ് നടക്കുന്നുവെന്നും ഞങ്ങൾ പറഞ്ഞിരുന്നു. ഇതിനെല്ലാം ആക്ഷേപിച്ചും പരിഹസിച്ചും തള്ളിക്കളയുകയാണ് മുഖ്യമന്ത്രിയും CPMും ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ഇന്ന് അതിൻ്റെ യാഥാർത്ഥ്യം, സത്യം വെളിയിൽ വന്നിരിക്കുകയാണ്. പ്രകാശ് ജാവദേക്കറെ പോലെ ഇത്രയും മുതിർന്ന പ്രധാനപ്പെട്ട ഒരു BJP നേതാവ് ഇരുട്ടിൻ്റെ മറവിൽ ഈ സമൂഹത്തെ മുഴുവൻ ഒളിവിൽ നിർത്തി, അല്ലെങ്കിൽ അവരെ മുഴുവൻ കണ്ണുമറച്ച് EP ജയരാജൻ്റെ മകൻ്റെ ഫ്ലാറ്റിൽ, അതായത് ഇടതുമുന്നണി കൺവീനറെ രഹസ്യമായി ചർച്ച ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ഇതിനപ്പുറം ഇനിയൊരു തെളിവ് കേരളത്തിൻ്റെ മുമ്പിൽ വരാനില്ല. ഇത് കാലങ്ങളായി CPM BJP നിലനിൽക്കുന്ന ഡീലിൻ്റെ ഒരു ഭാഗമാണ്. ഇത് വന്നതിന് ശേഷം ഏറ്റവും കൗതുകകരമായ കാര്യം, മുഖ്യമന്ത്രിയുടെ പ്രതികരണം എത്ര ലാഘവത്തോടും ലഘൂകരിച്ചുമാണ് പിണറായി വിജയൻ്റെ പ്രതികരണം വന്നത്. നിയമപരമായി പരിശോധിക്കുമ്പോൾ സ്വർണ്ണക്കടത്ത് കേസിലും അതുപോലെ തന്നെ ലൈഫ് മിഷൻ കേസിലും അതിനേക്കാൾ അപ്പുറം മാസപ്പടി കേസിലും കേന്ദ്ര സർക്കാരിൻ്റെ വലിയ ആനുകൂല്യം ലഭിച്ചത് പിണറായി വിജയനും കുടുംബത്തിനുമാണ്. തീർച്ചയായിട്ടും പിണറായി വിജയൻ ഈ സംഭവം നടന്നത് കോൺഗ്രസിൻ്റെ ഏതെങ്കിലും ഒരു മുതിർന്ന നേതാവുമായി പ്രകാശ് ജാവദേക്കർ ചർച്ച നടത്തി എന്ന വാർത്തയായിരുന്നു ഇന്ന് വന്നിരുന്നതെങ്കിൽ ഇന്നത്തെ പിണറായി വിജയൻ്റെ ശരീരഭാഷയും പ്രതികരണവും വാക്കുകളും എങ്ങനെയായിരിക്കുമെന്ന് കേരളത്തിന് ഊഹിക്കാവുന്നതാണ്. ഇതിപ്പോൾ ഇടതുമുന്നണിയുടെ കൺവീനർ തന്നെ ഇത് സമ്മതിച്ച നിലയ്ക്ക് MV ഗോവിന്ദനും പിണറായി വിജയനും നടത്തുന്ന പ്രതികരണങ്ങളിൽ നിന്നും കേരളത്തിലെ ജനങ്ങൾക്ക് ഇത് വായിച്ചെടുക്കാൻ കഴിയും. ഞാനൊരു കാര്യം പറയുന്നു, ന്യൂനപക്ഷങ്ങൾക്ക് മുമ്പിൽ CPMന്റെയും മുഖ്യമന്ത്രിയുടെയും മുഖം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഒരു കാരണവശാലും CPMനെയോ മുഖ്യമന്ത്രിയോ കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾക്ക്, പ്രത്യേകിച്ച് മുസ്ലിം ജനവിഭാഗത്തിന് വിശ്വസിക്കാൻ കഴിയില്ല എന്ന് ഇന്നത്തെ സംഭവം തെളിയിച്ചിരിക്കുന്നു. പിണറായി വിജയൻ്റെ പ്രതികരണം എത്ര മൃദുവായ പ്രതികരണമാണ്. എനിക്ക് തന്നെ ഇത് കേട്ടിട്ട് എൻ്റെ ശരീരത്തിലെ രക്തം തിളക്കുകയാണ്. കാരണം ഒന്ന് ഓർത്തു നോക്കണം, എത്രയോ CPMന്റെ പ്രവർത്തകർ, സഖാക്കന്മാർ ഈ RSSന്റെയും സംഘപരിവാറിൻ്റെയും ഫാസിസ്റ്റ് രാഷ്ട്രീയത്തിന് മുമ്പിൽ രക്തസാക്ഷികളായിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു പാർട്ടിയോട്, അങ്ങനെയുള്ളൊരു പാർട്ടിയുടെ ദേശീയ നേതാവിനോട് രാഷ്ട്രീയമായിട്ടുള്ള ഗൂഢാലോചന നടത്താൻ തയ്യാറായി എന്ന് പറയുമ്പോൾ എനിക്ക് പോലും എൻ്റെ ശരീരത്തിലെ രക്തം തിളയ്ക്കുമ്പോൾ
സാധാരണ സഖാക്കന്മാരുടെ വികാരം എന്തായിരിക്കും? എന്നിട്ട് മുഖ്യമന്ത്രിയുടെ പ്രതികരണം എത്ര ലഘുവായിരുന്നു, എത്ര മൃദുവായിരുന്നു എന്ന് കാണിക്കുന്നത് ഇതിൽ ഒന്നാം പ്രതി മുഖ്യമന്ത്രി പിണറായി വിജയനാണ് എന്ന് തന്നെയാണ്. കോൺഗ്രസിനെതിരായ CPM BJP രാഷ്ട്രീയ ഗൂഢാലോചന കൂടിയാണിത്. CPM ചിഹ്നം സംരക്ഷിക്കാൻ ശ്രമിക്കുമ്പോൾ പിണറായി സ്വന്തം കുടുംബത്തെ സംരക്ഷിക്കാനാണ് ശ്രമിക്കുന്നതെന്നും BJPയെ ഈ തിരഞ്ഞെടുപ്പിൽ സഹായിക്കാൻ CPM ഡീൽ ഉണ്ടാക്കിയതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ഇടുക്കി പാർലമെന്റ് മണ്ഡലം UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് കുളപ്പുറം സെന്റ് ജോർജ് LP സ്കൂൾ ബൂത്ത് നമ്പർ 80 വോട്ട് രേഖപ്പെടുത്തി. ഭാര്യയോടും കുടുംബത്തോടുമൊപ്പമാണ് ഡീൻ ബൂത്തിലെത്തിയത്. ഇടുക്കിയിൽ മികച്ച ഭൂരിപക്ഷം ലഭിക്കുമെന്ന് ഡീൻ കുര്യാക്കോസ് പറഞ്ഞു. ഡീൻ കുര്യാക്കോസ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് സമാനമായ വിധത്തിൽ കക്ഷി രാഷ്ട്രീയത്തിന്റെ അതിർവരമ്പുകൾക്കും അപ്പുറത്ത് മതേതര ജനാധിപത്യ മുന്നേറ്റം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. രാജ്യത്തിന്റെ നിലനിൽപ്പ്, നമ്മുടെ നാടിന്റെ നിലനിൽപ്പ്, ഇടുക്കിയുടെ നിലനിൽപ്പ്, സാധാരണപ്പെട്ട കൃഷിക്കാർ, തൊഴിലാളികൾ, സമസ്ത മേഖലയിലുമുള്ള ആളുകൾ അവരുടെ ജീവിത സാഹചര്യങ്ങളിൽ അവരോട് ഓരം ചേർന്ന് നിൽക്കുന്ന ഒരു ഗവൺമെന്റിനെ സൃഷ്ടിക്കുന്നതിന് വേണ്ടി, ഒരു ഭരണ നേതൃത്വം ഉണ്ടായി വരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വിധിയെടുപ്പായി ഈ തെരഞ്ഞെടുപ്പ് മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. 100%. കാരണം ഭൂരിപക്ഷം എന്ന് പറയുന്നത് ജനങ്ങളുടെ ഒരു അഭിപ്രായ പ്രകടനമാണ്, അല്ലെങ്കിൽ അവരുടെ ആ ഒരു കലവറയില്ലാത്ത പിന്തുണയാണ്. അത് പ്രചരണ പരിപാടികളിൽ ഉടനീളം നിങ്ങളും അതിന് സാക്ഷ്യം വഹിച്ചതാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം എല്ലാ പ്രദേശങ്ങളിലും ആ ഒരു ഇൻഡിക്കേഷൻ, അതിൻ്റെതായ ഒരു പ്രതിഫലനം ഉണ്ടായിരുന്നു എന്നുള്ളത് വസ്തുതയാണ്. അപ്പോൾ ആ ഒരു തരത്തിൽ തന്നെ 2019 സമാനമായ വിധത്തിൽ അത്യുജ്വലമായ ഒരു മുന്നേറ്റമായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. അപ്പോൾ 7 അസംബ്ലി നിയോജക മണ്ഡലത്തിൽ, ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിലെ 7 അസംബ്ലി നിയോജക മണ്ഡലത്തിലും അതിശക്തമായ UDF തരംഗം അണിവീശും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് മികച്ച ഭൂരിപക്ഷത്തിൽ തന്നെ വിജയിച്ചു വരും എന്നുള്ള ആത്മവിശ്വാസമാണ് സ്ഥാനാർത്ഥി എന്ന നിലയിൽ. ഇടുക്കി രൂപതാ മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നിൽ കരിമ്പൻ മണിപ്പാറ സ്കൂളിലെ 73 നമ്പർ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തി. രാവിലെ തന്നെ ബൂത്തിലെത്തിയ മെത്രാൻ മറ്റു വോട്ടർമാർക്കൊപ്പം ക്യൂവിൽ നിന്നാണ് സമ്മതിദാന അവകാശം രേഖപ്പെടുത്തിയത്. ഓരോരുത്തരും അവരവരുടെ സമ്മതിദാന അവകാശം കൃത്യമായി രേഖപ്പെടുത്തണമെന്നും നാടിന്റെ വികസനത്തിനായി പ്രവർത്തിക്കുന്ന ജനപ്രതിനിധികൾ ഉണ്ടാവണമെന്നും മാർ ജോൺ നെല്ലിക്കുന്നിൽ അഭിപ്രായപ്പെട്ടു. അവർക്ക് ഏറ്റവും അനുയോജ്യരായ ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കാനുള്ള അറിവ് അവർക്കുണ്ട്. ഇന്ത്യയുടെ ഭരണഘടന സംരക്ഷിക്കുന്ന, ജനാധിപത്യം സംരക്ഷിക്കുന്ന, രാജ്യത്തിൻ്റെ വികസനത്തിലേക്ക് നയിക്കുന്ന അതുപോലെ ഇടുക്കിയിലാണെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങൾ പാർലമെൻറ്റിൽ അവതരിപ്പിക്കാൻ ശക്തരായ ആളുകളെ ജനങ്ങൾ തിരഞ്ഞെടുക്കും. അതിനുള്ള പക്വത ജനങ്ങൾ കാണിക്കും. ഈ വന്യമൃഗാക്രമണങ്ങളിലൊക്കെ നമ്മൾ സർക്കാരിനെതിരെ വലിയ സമരങ്ങളൊക്കെ നടത്തിയ 94 വയസ്സിലും ബൂത്തിലെത്തി വോട്ട് ചെയ്ത നെയ്യശ്ശേരി സെന്റ് സെബാസ്റ്റ്യൻസ് ഹൈസ്കൂൾ മുൻ അധ്യാപകനും കോൺഗ്രസ് മുൻ മണ്ഡലം പ്രസിഡന്റുമായ AT വർക്കി
ശാരീരിക ബുദ്ധിമുട്ടുകൾ ഏറെയുണ്ടെങ്കിലും പഴയ സുഹൃത്തുക്കളെയും ശിഷ്യഗണത്തെയും നേരിട്ട് കാണാം എന്നതുകൊണ്ടാണ് ബൂത്തിൽ തന്നെ എത്തിയതെന്ന് അദ്ദേഹം പറഞ്ഞു. ജ്യോതിഷ് ജോൺ തയ്യാറാക്കിയ റിപ്പോർട്ട്. 94-ാം വയസ്സിലും ബൂത്തിലെത്തി വോട്ട് ചെയ്ത് ജനാധിപത്യ വ്യവസ്ഥയിൽ ഭാഗമാക്കുകയും പുതുതലമുറയ്ക്ക് മാതൃകയായിരിക്കുകയുമാണ് നെയ്ശ്ശേരി സെന്റ് സെബാസ്റ്റ്യൻസ് ഹൈസ്കൂൾ മുൻ അധ്യാപകനായ AT വർഗീസ് സാർ. ശാരീരിക ബുദ്ധിമുട്ടുകൾ ഏറെ ഉണ്ടെങ്കിലും പഴയ സുഹൃത്തുക്കളെയും ശിഷ്യഗണത്തെയും നേരിട്ട് കാണാം എന്നതുകൊണ്ടാണ് ബൂത്തിൽ തന്നെ എത്തി വോട്ട് ചെയ്യാമെന്ന് തീരുമാനിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു. കുറേ പേരൊക്കെ അണിയും ചെയ്യുക, അവരുമായിട്ട് സമ്പർക്കം പുലർത്തുക എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ആശ്വാസമുള്ള കാര്യമാണ്. അപ്പം ഇച്ചിരി ബുദ്ധിമുട്ടിയാലും വിഷമിച്ചാലും സാരമില്ല, പഴയ തലമുറയെ ഒന്ന് കാണാമല്ലോ എന്ന രീതിയിൽ പോകുന്നു. നെയ്ശ്ശേരി സ്കൂളിന്റെ ആദ്യകാലം മുതൽ അധ്യാപന വൃത്തിയിൽ പ്രവർത്തിച്ചിട്ടുള്ള വർഗീസ് സാറിന് സ്വദേശത്തും വിദേശത്തുമായി വലിയ ശിഷ്യഗണമാണുള്ളത്. കൂടാതെ കോൺഗ്രസ് മുൻ മണ്ഡലം പ്രസിഡന്റ് തുടങ്ങി രാഷ്ട്രീയ സാമൂഹിക മണ്ഡലത്തിലും വിവിധ സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കരിമണ്ണൂർ. കേരള കോൺഗ്രസ് ചെയർമാൻ PJ ജോസഫ് MLA പുറപ്പുഴ ഗവൺമെന്റ് LP സ്കൂളിലെത്തി വോട്ട് രേഖപ്പെടുത്തി. ഇടുക്കിയും കോട്ടയവും ഉൾപ്പെടെ 20 സീറ്റിലും UDF വിജയിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഇടുക്കിയും കോട്ടയം ഉൾപ്പെടെ 20 സീറ്റും ജയിക്കുമെന്ന് എന്റെ പ്രതീക്ഷ. താമസിച്ചവർക്ക് വേണ്ട ഭൂരിപക്ഷം ചെയ്യും. ഇടുക്കി വാഴത്തോപ്പ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ 80-ാം നമ്പർ ബൂത്തിൽ മന്ത്രി റോഷി അഗസ്റ്റിൻ വോട്ട് രേഖപ്പെടുത്തി. ഭാര്യ റാണിയോടൊപ്പമാണ് റോഷി അഗസ്റ്റിൻ എത്തിയത്. സംസ്ഥാനത്തെ എല്ലാ സീറ്റുകളിലും വിജയിക്കാൻ കഴിയുന്ന സാഹചര്യമാണെന്നും ഇടുക്കിയിൽ ജോയ്സ് ജോർജ് അനായാസം വിജയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇടുക്കി വാഴത്തോപ്പ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ 80-ാം നമ്പർ ബൂത്തിൽ ഭാര്യ റാണിയോടൊപ്പം എത്തി മന്ത്രി റോഷി അഗസ്റ്റിൻ വോട്ട് രേഖപ്പെടുത്തി. സംസ്ഥാനത്തെ എല്ലാ സീറ്റുകളിലും വിജയിക്കാൻ കഴിയുന്ന സാഹചര്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഇടുക്കിയിൽ ജോയ്സ് ജോർജിന്റെ വിജയം ഉറപ്പാക്കുന്ന വിധമാണ് പോളിംഗ് പുരോഗമിക്കുന്നത്. വന്യജീവി സംരക്ഷണ നിയമ ഭേദഗതിയിൽ ശബ്ദമുയർത്തുന്നവർ ഇടുക്കിയിൽ നിന്ന് വിജയിക്കണമെന്ന് ജനം ആഗ്രഹിക്കുന്നു. ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെടാനുള്ള ജോയ്സ് ജോർജിന്റെ മികവ് ഇടുക്കിയിൽ അദ്ദേഹത്തിന്റെ വിജയം ഉറപ്പാക്കുമെന്നും റോഷി അഗസ്റ്റിൻ വ്യക്തമാക്കി. നമ്മുടെ നാടിൻ്റെ വികസന പ്രവർത്തനങ്ങളിലും സജീവമായ ജാഗ്രതയും ചിന്തയും ഉണർത്തുന്നൊരു സമൂഹം ഉണർന്ന് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ഇന്ന് രാവിലെ മുതൽ നടക്കുന്ന പോളിംഗിൽ കണ്ടുവന്നിരിക്കുന്ന ഒരു പ്രത്യേകത. എല്ലാ ബൂത്തിലും തന്നെ നല്ല തിരക്കുണ്ട്. കഴിയുന്നത്ര ആൾക്കാരെല്ലാം വളരെ സജീവമായ രംഗത്ത് വോട്ട് രേഖപ്പെടുത്തുന്ന ചിത്രമാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ജോയ്സ് ജോർജ് അനായാസം വിജയിക്കും എന്ന വാക്യം ഉപയോഗിക്കാൻ കാരണം നമ്മുടെ നാടിൻ്റെ അത്തരം വിഷയങ്ങളിൽ ഇടപെടുകയും പ്രവർത്തിക്കുകയും ആ ഘട്ടങ്ങളിലുണ്ടായ മാറ്റങ്ങൾ ജനങ്ങൾക്ക് എക്കാലവും വിസ്മരിക്കാൻ കഴിയാത്ത വിധത്തിൽ ഓർത്തിരിക്കാൻ പാകമാക്കി ജനകീയമായ മുന്നേറ്റത്തിന് നേതൃത്വം കൊടുക്കുകയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും വലിയ തോതിലുള്ള മാറ്റമുണ്ടാകും. നമ്മുടെ നാടിൻ്റെ വികസന കുതിപ്പിന് ഒരു MP സംസ്ഥാനത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കാനുള്ളതെന്ന് അവകാശങ്ങൾ കൃത്യതയോടുകൂടി ലക്ഷ്യബോധത്തോടുകൂടി വാങ്ങിച്ചെടുക്കുവാൻ പ്രതിജ്ഞാബദ്ധനായ ഒരു വ്യക്തി പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന രംഗമാണ് കാണാൻ സാധിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. പീരുമേട് MLA വാഴൂർ സോമൻ വണ്ടിപ്പെരിയാറിലെ 62-ാം മൈൽ കൃഷിഭവനിലെ 199-ാം നമ്പർ ബൂത്തിലെത്തി വോട്ട് രേഖപ്പെടുത്തി. LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ് വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നും MLA വാഴൂർ സോമൻ മാധ്യമങ്ങളോട് പറഞ്ഞു. കേരളത്തിനൊപ്പം ഇടുക്കി ജില്ലയിലെ ജനങ്ങളും ഇന്ന് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോളിംഗ് ബൂത്തിലേക്ക് കടന്നപ്പോൾ പീരുമേട് MLA വാഴൂർ സോമനും തന്റെ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തി. രാവിലെ 9 മണിയോടുകൂടി വണ്ടിപ്പെരിയാറിലെ തന്റെ വസതിക്ക് സമീപത്തെ വണ്ടിപ്പെരിയാർ 62-ാം മൈൽ കൃഷിഭവനിലെ 62-ാം മൈൽ കൃഷിഭവനിലെ 199-ാം നമ്പർ ബൂത്തിലായിരുന്നു MLA വാഴൂർ സോമൻ വോട്ട് രേഖപ്പെടുത്തിയത്. പൊതു അഭിപ്രായത്തിൽ LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ് മികച്ച ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന പ്രതീക്ഷയാണുള്ളതെന്നും MLA വാഴൂർ സോമൻ പറഞ്ഞു. പീരുമേട്, ഉടുമ്പൻചോല, ദേവികുളം, ഇടുക്കി, കോതമംഗലം എന്നീ നിയോജക മണ്ഡലങ്ങളിലെല്ലാം വളരെ വ്യക്തമായ ലീഡ് നേടാൻ കഴിയുമെന്നും മുൻ MP ആയിരിക്കെ ജോയ്സ് ജോർജിന്റെയും നിലവിലെ MP ഡീൻ കുര്യാക്കോസിന്റെയും പ്രവർത്തനങ്ങൾ ജനങ്ങൾ താരതമ്യം ചെയ്ത് നോക്കുന്നുവെന്നും അതിനാൽ ജോയ്സ് ജോർജ് വിജയിക്കുമെന്നും MLA വാഴൂർ സോമൻ പറഞ്ഞു. ഇപ്രാവശ്യം ജോയ്സ് ജോർജ് നല്ല ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. പീരുമേട് മണ്ഡലത്തിലും ഉടുമ്പൻചോലയിലും ദേവികുളത്തും ഇടുക്കിയിലും കോതമംഗലത്തുമെല്ലാം
വളരെ വ്യക്തമായ ലീഡ് അദ്ദേഹത്തിന് നേടിയെടുക്കുവാൻ കഴിയും. എന്തിന് മൂവാറ്റുപുഴയിലും അതേപോലെ തന്നെ തൊടുപുഴയിലും പോലും കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ മെച്ചപ്പെട്ട സ്ഥിതിയാണ് സംജാതമായിട്ടുള്ളത്. ജോയ്സ് ജോർജ് നേരത്തെ 5 വർഷം അദ്ദേഹം MP ആയിരുന്നു. ആ കാലത്ത് ചെയ്ത പ്രവർത്തനങ്ങളും ഇപ്പോൾ പദവിയേറ്റിരുന്ന ശ്രീ ഡീൻ കുര്യാക്കോസ് ചെയ്ത പ്രവൃത്തികളും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ വലിയ വ്യത്യാസമുണ്ട്. ജോയ്സ് ജോർജ് ചെയ്ത പ്രവർത്തനങ്ങൾ ഇപ്പോഴും ജനങ്ങൾ ഓർക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജോയ്സ് ജോർജ് ജയിക്കുക എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. വണ്ടിപ്പെരിയാർ വില്ലേജ് ഓഫീസറുടെ നിയന്ത്രണത്തിലുള്ള ബൂത്ത് നമ്പർ 199-ൽ BLO ലിസിക്കുട്ടി തോമസിന്റെ നിയന്ത്രണത്തിലായിരുന്നു പോളിംഗ് നടന്നത്. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ. നടൻ ആസിഫ് അലി കുമ്മൻകല്ല് BT MLP സ്കൂളിൽ എത്തി വോട്ട് രേഖപ്പെടുത്തി. സഹോദരൻ അസ്കർ അലിയോടൊപ്പം എത്തിയാണ് ആസിഫ് അലി വോട്ട് രേഖപ്പെടുത്തിയത്. മികച്ച രാഷ്ട്രീയ അവസ്ഥ രാജ്യത്തുണ്ടാകണമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. സമ്മതിദാനാവകാശം നിർവഹിക്കുക എന്നുള്ളത് നമ്മളൊരു ഓരോ ഇന്ത്യക്കാരുടെയും കടമയാണ്. നമ്മൾ ചെയ്യണം. അത് ചെയ്യാതെ നമ്മൾ മാറി നിന്ന് അഭിപ്രായം പറയുന്നതിൽ കാര്യമില്ല. നമ്മൾ നമ്മുടെ ഭാഗം കൃത്യമായി ചെയ്തതിനു ശേഷം മാത്രമേ നമ്മൾ നമ്മുടെ അതൃപ്തി രേഖപ്പെടുത്താനോ അല്ലെങ്കിൽ നമുക്കൊരു പ്രശംസ പറയാനോ ഒക്കെ പാടുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും വോട്ട് ചെയ്യാൻ വരണം. ഇപ്പം നമ്മൾ വോട്ട് ചെയ്യാൻ വരുമ്പോൾ ഇത്രയും വലിയൊരു അറ്റൻഷൻ കിട്ടുന്നത് തന്നെ ബാക്കിയുള്ളവർക്ക് അതൊരു ഇൻസ്പിറേഷൻ ആവാൻ വേണ്ടിയിട്ടാണ്. മടി പിടിച്ചിരിക്കുന്നവർ അല്ലെങ്കിൽ ചൂട് കാരണം വോട്ട് ചെയ്യാൻ വൈകുന്നവർ എന്നൊക്കെ പറയുന്നവർക്ക് അവർ പുറത്തേക്ക് ഇറങ്ങി വന്ന് അവർ വോട്ട് ചെയ്യണം. വോട്ട് ചെയ്യുക എന്നുള്ളത് നമ്മുടെ അവകാശമാണ്, നമ്മുടെ കടമയാണ്. അപ്പൊ അങ്ങനെ ഒരു കാര്യം ഇതിൽ കൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നതിൽ വളരെ സന്തോഷം. ഇത്തവണ വോട്ട് ഓരോ പ്രാവശ്യം വോട്ട് ചെയ്യുമ്പോഴും നമുക്കുള്ളത് തന്നെയാണ് മികച്ച ഒരു സൗകര്യങ്ങൾ അല്ലെങ്കിൽ ഒരു മികച്ച രാഷ്ട്രീയ അവസ്ഥ നമ്മുടെ രാജ്യത്ത് ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നതും. പല സമയത്തും നമുക്ക് പല രീതിയിലുള്ള അതൃപ്തികൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇനി അതുണ്ടാവാതിരിക്കുക എന്നുള്ളത് പതിവ് പോലെ ഈ പ്രാവശ്യം പ്രതീക്ഷിക്കുന്നു. പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ സ്വകാര്യ ബസ് ജീവനക്കാർ തമ്മിലുണ്ടായ സംഘർഷത്തിൽ 4 പേർ കീഴടങ്ങി. അമ്മാസ് ബസ് ഉടമ കുമ്മങ്കല് സ്വദേശി സലീം എന്ന നിസാർ, ഇയാളുടെ മക്കളായ മുഹ്സിൻ, മുൻസൂർ, സലീമിന്റെ സഹോദരൻ സക്കീർ എന്നിവരാണ് കീഴടങ്ങിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് 2 പ്രതികളെ കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. സംഘർഷത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ആനക്കെട്ടിപ്പറമ്പിൽ ബസ്സിലെ ഡ്രൈവർ ഇടവെട്ടി സ്വദേശി സക്കീറിന്റെ നില അതീവ ഗുരുതരമായി തുടരുകയാണ്. പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ സ്വകാര്യ ബസ് ജീവനക്കാർ തമ്മിലുണ്ടായ സംഘർഷത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ആനക്കെട്ടിപ്പറമ്പിൽ ബസ്സിലെ ഡ്രൈവർ ഇടവെട്ടി സ്വദേശി സക്കീറിന്റെ നില അതീവ ഗുരുതരമായി തുടരുന്നു. സംഭവത്തിൽ പ്രതികളായ അമ്മാസ് ബസിന്റെ ഉടമ ഉൾപ്പെടെ 4 പേർ പോലീസിൽ കീഴടങ്ങി. അമ്മാസ് ബസ് ഉടമ കുമ്മങ്കല്ല് സ്വദേശി സലീം എന്ന നിസാർ, ഇയാളുടെ മക്കളായ മുഹ്സിൻ, മൻസൂർ, സലീമിന്റെ സഹോദരൻ സക്കീർ എന്നിവരാണ് കീഴടങ്ങിയത്. ഇവരെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. സംഭവവുമായി ബന്ധപ്പെട്ട് അമ്മാസ് ബസ്സിലെ കണ്ടക്ടർ കോലാനി സ്വദേശി മനു, ഡ്രൈവർ മുതലക്കോടം സ്വദേശി അമൽ എന്നിവരെ കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇവരും റിമാൻഡിലാണ്. ഇതോടെ കേസിലെ 6 പ്രതികളും റിമാൻഡിലാണ്. തൊടുപുഴ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിൽ ചൊവ്വാഴ്ച ഉച്ചയ്ക്കാണ് സംഭവം. പുറപ്പെടുന്ന സമയത്തെ ചൊല്ലി ഈരാറ്റുപേട്ട റൂട്ടിലോടുന്ന അമ്മാസ്, ആനകെട്ടിപ്പറമ്പിൽ എന്നീ ബസ്സുകളിലെ ജീവനക്കാർ തമ്മിലായിരുന്നു വാക്കേറ്റവും സംഘർഷവും ഉണ്ടായത്. സംഘർഷത്തിനിടെ തലയ്ക്കടിയേറ്റ സക്കീർ സ്റ്റാൻഡിൽ ബോധരഹിതനായി വീഴുകയായിരുന്നു. തലയിൽ പരിക്കേറ്റ സക്കീറിനെ ആദ്യം തൊടുപുഴ നഗരത്തിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പിന്നീട് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. അമ്മാസ് ബസിന്റെ ഉടമയടക്കം കേസിൽ 6 പ്രതികളാണുള്ളത്. ഇതിനിടെ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന സക്കീറിന്റെ സ്ഥിതി അതീവ ഗുരുതരമാണെന്ന് പോലീസ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വാഹന പരിശോധന നടത്തുന്നതിനിടെ കട്ടപ്പന ഇരട്ടയാറിൽ പോലീസിനെ ബൈക്ക് കൊണ്ട് ഇടിച്ചു തെറിപ്പിച്ച് യുവാക്കൾ. കട്ടപ്പന പോലീസ് സ്റ്റേഷനിലെ CPO മനു P. ജോണിനാണ് പരിക്കേറ്റത്. സംഭവവുമായി ബന്ധപ്പെട്ട് പ്രായപൂർത്തിയാകാത്ത 2 പേർ ഉൾപ്പെടെ 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കട്ടപ്പന പോലീസ് സബ് ഇൻസ്പെക്ടർ NJ സുനേഖിന്റെ നേതൃത്വത്തിൽ ഇരട്ടയാറിൽ വാഹന പരിശോധന നടത്തുകയായിരുന്നു. ഇതിനിടെയാണ് നമ്പർ പ്ലേറ്റ് ഇല്ലാത്ത 2 ബൈക്കുകളിലായി 3 പേർ ഇരട്ടയാർ തുളസിപ്പാറ റോഡിലൂടെ അമിത വേഗതയിലെത്തിയത്. വാഹനം നിർത്താൻ പോലീസുകാർ കൈ കാണിച്ചെങ്കിലും ഇടിച്ചു തെറിപ്പിക്കടാ അവനെ എന്ന് ആക്രോശിച്ചുകൊണ്ട് ബൈക്കുമായി ഇവർ പായുകയായിരുന്നു.
പോലീസ് സംഘത്തിലുണ്ടായിരുന്ന മനു പി ജോണിനെ ഇടിച്ചു തെറിപ്പിച്ചാണ് ഇവർ രക്ഷപ്പെടാൻ ശ്രമിച്ചത്. മനുവിന്റെ ഇരു കൈകൾക്കും കാലിനും പരിക്കേറ്റു. സംഘത്തിലുണ്ടായിരുന്ന ഒരാളെ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ പോലീസ് പിടികൂടി. മറ്റ് 2 പേർ ഇരട്ടയാർ ടൗണിൽ വെച്ചാണ് പിടിയിലായത്. നമ്പർ പ്ലേറ്റ് ഇല്ലാത്ത വാഹനത്തിൽ രാത്രി സമയങ്ങളിൽ യുവാക്കളുടെ സംഘം പലയിടങ്ങളിലും കറങ്ങി നടക്കുന്നത് പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അക്രമ സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പോലീസ് പരിശോധന നടത്തുന്നതിനിടയിലാണ് മൂവർ സംഘം പിടിയിലായത്. ഇതിൽ 2 പേർ പ്രായപൂർത്തിയാകാത്തവരും ഒരാൾ 18 വയസ്സുകാരനുമാണ്. മുൻപ് കട്ടപ്പന TB ജംഗ്ഷനിൽ വെച്ച് കട്ടപ്പന SIയെ ബൈക്കിടിപ്പിക്കാൻ ശ്രമിച്ച കേസിലെ പ്രതി സഞ്ചരിച്ചിരുന്ന ബൈക്കിന്റെ ഉടമയാണ് കഴിഞ്ഞ ദിവസം പിടിയിലായവരിൽ ഒരാൾ. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന. ഭക്ഷ്യ സംസ്കരണ മേഖലയിലെ സംരംഭങ്ങൾക്ക് ഒരു യൂണിറ്റിന് പരമാവധി 10 ലക്ഷം രൂപയും സ്വയം സഹായ സംഘങ്ങളിലെ ഓരോ അംഗത്തിനും പ്രാരംഭ മൂലധനമായി 40,000 രൂപയും ലഭിക്കുമെന്ന് വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ ലിസമ്മ സാമുവൽ തൊടുപുഴ വെങ്ങലൂർ കാർഡ്സ് വില്ലേജ് സ്ക്വയറിലെ ഗ്രീൻ ഫെസ്റ്റിന്റെ ഭാഗമായി സംഘടിപ്പിച്ച സെമിനാറിൽ വിഷയാവതരണം നടത്തുകയായിരുന്നു ലിസമ്മ. നിരവധി പേർ സെമിനാറിൽ പങ്കെടുത്തു. സാക്ഷരതയിൽ ഒന്നാമതാണെങ്കിലും വിദ്യാസമ്പന്നരായ ആളുകൾ ജോലി അവസരത്തിനായി അലയുന്ന സാഹചര്യമാണ് ഇന്ന് കേരള സമൂഹത്തിൽ നിലനിൽക്കുന്നത്. ഈ സാഹചര്യത്തെ അതിജീവിക്കുന്നതിന് സംരംഭ മേഖലയിലൂടെ സാധിക്കുമെന്ന് 1 ലക്ഷം മുടക്കി ഒരു സംരംഭം ആരംഭിക്കാം, സബ്സിഡിയും മറ്റ് ആനുകൂല്യങ്ങളും എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച സെമിനാർ വിലയിരുത്തി. സെമിനാറിന് വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ ലിസമ്മ സാമുവൽ നേതൃത്വം നൽകി. ഞാൻ ചെയ്യാൻ പോകുന്നത് ഇവിടെ ഒരു വീട് 1 മാസം കൊണ്ട് വീട് പണിയുന്ന ടെക്നോളജി വന്നു കഴിഞ്ഞു ഇല്ലേ. ഒരാഴ്ച കൊണ്ട് ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ നടത്തും. കേട്ടില്ലായിരുന്നു? 1 മാസം കൊണ്ട് ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ നടത്തും. 1 മാസം കൊണ്ട് ഞാൻ എന്ത് ചെയ്യും? വീട് പണിയും. ഇനി മറ്റൊരു ടെക്നോളജി ഈ ലോകത്ത് ഇല്ലാത്ത ഒരു സംരംഭം ഞാൻ ആലോചിക്കുകയാണ്. ഇവിടെ ഇല്ലാത്തൊരു കഴിഞ്ഞ ദിവസം ആനന്ദ് സാറിനോട് പറയുണ്ടായി, കള്ളിനെ പ്രൊമോട്ട് ചെയ്യണം. ഈശ്വര, കള്ളിനെ ഞാൻ പ്രൊമോട്ട് ചെയ്യില്ല എന്റെ മനസ്സിൽ പറഞ്ഞു. അപ്പോഴ് അദ്ദേഹം അടുത്ത പടി പറഞ്ഞു കഴിഞ്ഞു, കള്ളിൽ നിന്ന് പ്രോഡക്റ്റിലേക്ക് മാറണം. കള്ളിൽ നിന്ന് പ്രോഡക്റ്റിലേക്ക് മാറണം. കാരണം ക്രിസ്ത്യൻ ഫാമിലികളിൽ പലയിടങ്ങളിലും കള്ള് പണ ചെത്താൻ അനുവദിക്കാറില്ല. ഈ ഒരു തിയറിയാണ്. അത് നമ്മൾ മദ്യപാനത്തിലേക്ക് പോകുന്നു എന്നുള്ള കോൺസെപ്റ്റ് പൊതുധാരണ ഉള്ളതുകൊണ്ടാണ് അതിനെ പ്രോത്സാഹിപ്പിക്കാറില്ല. അപ്പൊ അദ്ദേഹം പറയുന്നു, ഇത് പണ ചെത്തി നമുക്ക് എന്ത് ചെയ്യണം? പണ കള്ളുണ്ടാക്കണം, അതിന് പ്രോഡക്റ്റ് ഉണ്ടാക്കണം. വേറൊരു ടെക്നോളജി ഞാനും മനസ്സിലാക്കുന്നതാണ്. അതായത് നമുക്ക് ധാരാളം ഉൽപ്പന്നങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. അതായത് ഭക്ഷ്യ സംസ്കരണ മേഖലയിലെ സംരംഭങ്ങൾക്ക് ഒരു യൂണിറ്റിന് പരമാവധി 10 ലക്ഷം രൂപയും സ്വയം സഹായ സംഘങ്ങളിലെ ഓരോ അംഗത്തിനും പ്രാരംഭ മൂലധനമായി 40,000 രൂപയും ലഭിക്കുമെന്ന് ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ അറിയിച്ചു. സെമിനാറിന് കാർഡ്സ് ഡയറക്ടർമാരായ VP ജോർജ്, NJ മാമച്ചൻ, KM മത്തച്ചൻ, VC സുനിൽകുമാർ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കോതമംഗലം ഫുട്ബോൾ ക്ലബിന്റെ നേതൃത്വത്തിൽ കേരള ഫുട്ബോൾ അസോസിയേഷൻ നടത്തുന്ന ചാക്കോളസ് കപ്പ് 2024 ലീഗ് ചാമ്പ്യൻഷിപ്പ് കോട്ടപ്പടി മാർ ഏലിയാസ് കോളേജ് ഗ്രൗണ്ടിൽ വെച്ച് നടക്കും. ടൂർണമെന്റിൽ പങ്കെടുക്കുന്ന റിലയൻ കോതമംഗലം ഫുട്ബോൾ ക്ലബിന്റെ ജേഴ്സി പ്രകാശനം കോളേജ് മാനേജർ സാബു കോറ്റാലിൽ, റിലയൻ കോതമംഗലം ഫുട്ബോൾ ക്ലബ് CEO ജോബി കുഴിക്കാട്ടിൽ, ക്ലബ്ബ് സെക്രട്ടറി ബോബി തറയിൽ എന്നിവർ ചേർന്ന് നിർവഹിച്ചു. ജില്ലയിൽ കേരള ഫുട്ബോൾ അസോസിയേഷൻ നടത്തുന്ന ചാക്കോളസ് കപ്പിൽ പങ്കെടുക്കുന്ന അപൂർവം ചില ക്ലബ്ബുകളിൽ ഒന്നാണ് കോതമംഗലം ഫുട്ബോൾ ക്ലബ്ബ്. ടീമിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന മികച്ച കളിക്കാർക്ക് KFAയുടെ കീഴിലുള്ള ആന്ദ്രേ ഇനിയസ്റ്റ അക്കാദമിയിൽ വിദേശ പരിശീലകരുടെ കീഴിൽ വിദഗ്ധ പരിശീലനം ലഭിക്കുകയും കളിക്കാർക്ക് അതുവഴി ISL ക്ലബ്ബുകളിലേക്കുള്ള വാതിൽ തുറക്കുകയും ചെയ്യുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. BJPയെ ഈ തിരഞ്ഞെടുപ്പിൽ സഹായിക്കാൻ CPM ഡീലുണ്ടാക്കിയെന്ന് മാത്യു കുഴൽനാടൻ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. മുഖ്യമന്ത്രിയുടെ മൃദു സമീപനം ഞെട്ടിച്ചെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇടുക്കി പാർലമെന്റ് മണ്ഡലം UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് കുളപ്പുറം സെന്റ് ജോർജ് LP സ്കൂൾ ബൂത്ത് നമ്പർ 80-ൽ വോട്ട് രേഖപ്പെടുത്തി. ഇടുക്കി രൂപതാ മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നിൽ കരിമ്പൻ മണിപ്പാറ സ്കൂളിലെ 73-ാം നമ്പർ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തി. കേരള കോൺഗ്രസ് ചെയർമാൻ PJ ജോസഫ് MLA പുറപ്പുഴ ഗവൺമെന്റ് LP സ്കൂളിലെത്തി വോട്ട് രേഖപ്പെടുത്തി. 94-ാം വയസ്സിലും ബൂത്തിലെത്തി വോട്ട് ചെയ്ത് നെയ്യശ്ശേരി സെന്റ് സെബാസ്റ്റ്യൻസ് ഹൈസ്കൂൾ മുൻ അധ്യാപകനും കോൺഗ്രസ് മുൻ മണ്ഡലം പ്രസിഡന്റുമായ AT വർക്കി.
ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.